നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ടെഡി ബിയറിനെ കാണിച്ചറിഞ്ഞ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. വെരി സ്മോള് കഴിച്ചിട്ട് നമ്മ വേറെ ടേസ്റ്റ്. എന്റെ മോനെ നോക്കലോ, എടാ മോനെ അടിപൊളി. എന്ത് വലിയ തരണ്ടി അമ്മപ്പാ. അസ്സലാമലൈക്കും. അങ്ങനെ നബയുമൊത്ത് വേറൊരു ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായ് മാളിലേക്കാണ്. ദുബായ് മാളും ബുർജ് ഖലീഫയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളെ പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നില്ല. കാരണം നബാക്ക് ഒരു മെട്രോ എക്സ്പീരിയൻസും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇത്തിസ്ലാത്ത് മെട്രോ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആർടിഎന്റെ ബസ്സിൽ കയറിയിട്ട് റാഷിദിയ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങും. റാഷിദിയ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ദുബായ് മാളിലേക്കാണ്. അപ്പോൾ ദുബായ് മാളും ബുർജ് ഖലീഫയും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് സമയം കിട്ടുകയാണെങ്കിൽ വേറെ 1-2 സ്ഥലങ്ങളിൽ കൂടി പോകണമെന്നുണ്ട്. അപ്പോ വീഡിയോയിലോട്ട് കിടക്കാം. നബയുമൊത്ത് പാർട്ട് 1 വീഡിയോ കണ്ടവർക്കും അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കെല്ലാം വളരെ നന്ദി. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പാർട്ട് 2 വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നബ കാണുവാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ബുർജ് ഖലീഫ, ദുബായ് മാൾ എന്നിവയുടെ വിശേഷങ്ങളാണ്. ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇത്തരം രസകരമായ വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി നമ്മൾ പോകുന്ന നേരത്തെ പറഞ്ഞ പോലെ റാഷിദിയ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങും. അവിടുന്ന് മെട്രോയിൽ പോവാം. ഓക്കെ, എങ്ങനെയുണ്ട് ബസ്? എങ്ങനെയുണ്ട്? അടിപൊളി. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറെ ലെവല്. ദുബായിലെ പൊതുഗതാഗതങ്ങളായ ദുബായ് മെട്രോ, ദുബായ് ട്രാം, മോണോറെയിൽ, ആർടിഎ ബസ് എന്നിവയെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ എന്റെ ചാനലിൽ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മ ഈ ബസ്സിൽ കയറുമ്പോ ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ട് ഇതൊരു സംഭവം. അത് നോൽ കാർഡ് എന്ന് പറയും. അത് നാട്ടിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നില്ലേ, അതിന്റെ വേറൊരു സിസ്റ്റം ആണത്. അതിപ്പം ഇവിടെ നോൽ കാർഡ് എന്ന് പറയും. നമ്മൾ പ്രീപെയ്ഡ് കാർഡ്, നമ്മൾ റീചാർജ് ചെയ്യലാണ്. അത് റീചാർജ് ചെയ്തിട്ട് 10, 20, 30 റീചാർജ് ചെയ്യാം, ടോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബസ്സിനകത്ത് കയറുമ്പോൾ ബസ്സിന്റെ ഡോറിന്റെ അടുത്ത് നമ്മൾ ടാപ്പ് ചെയ്യും. അപ്പം ഇറങ്ങുമ്പോൾ ടാപ്പ് ചെയ്യും. നീ എത്ര കിലോമീറ്റർ ആണോ സഞ്ചരിച്ചത് അതിനനുസരിച്ചുള്ള പൈസ ഇന്ന് കട്ടായി പോകും. ഇത് ദുബായിലെ റോഡ് ട്രാൻസ്പോർട്ടിന്റെ എല്ലാ വാഹനങ്ങളിലും, പബ്ലിക് ട്രാൻസ്പോർട്ടിലും, മെട്രോയിലും, ബസ്സിലും, ട്രാമിലും എല്ലായിടത്തും ഈ കാർഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം കുറെ പബ്ലിക് പാർക്കിലും എൻട്രൻസിലും, പബ്ലിക് പാർക്കിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ടും ഈ കാർഡ് തന്നെയാണ്, ഇപ്പം നോൾ കാർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഞങ്ങൾ റാഷിദയിൽ ബസ്സിറങ്ങി മെട്രോ കയറുവാനായി പോവുകയാണ്. 2012 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച 75 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുബായ് മെട്രോ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഡ്രൈവർലെസ് മെട്രോ റെയിൽ ശൃംഖലയാണ്. ഇത് റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ എന്നീ പാതകളിലൂടെ കടന്നു പോകുന്നു. 2016 വരെ ദുബായ് മെട്രോ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ല മെട്രോ ശൃംഖലയായിരുന്നു. ഇതിന് 2012 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചു. ഞാൻ ഡൗട്ട് ചോദിക്കട്ടാ, ഈ മെട്രോന്റെ ഡ്രൈവർ ഏത് സൈഡ് അറിയോ? ആ സൈഡോ ഈ സൈഡോ? മെട്രോ പോകുന്നത് മുമ്പോട്ടല്ലേ? മുമ്പിലെ ബാക്കിലോ? മുമ്പിലാ? കണ്ടില്ല ഡ്രൈവറെ? ഇത് ഡ്രൈവർലെസ് മെട്രോ ആണത്. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിൽ മെട്രോ ഇറങ്ങി. ഇവിടെ നമുക്ക് നോർമലി നടക്കാനുള്ള ദൂരമുണ്ട്, കുറച്ചധികം നടക്കാനുണ്ട്. അധികം ആൾക്കാർ നടന്നു പോലാണ്. പക്ഷെ മെട്രോ ഇറങ്ങിയിട്ട് ബുർജ് ഖലീഫയിലേക്ക് ഒരു ആർടിഎന്റെ ബസ് ഉണ്ട്. ആക്ച്വലി അത് നമുക്കത് ഫ്രീ ആണ്. ഇപ്പൊ ഇവിടെ കണ്ടോ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അത് F13 ബസ് ഇപ്പം വരും. നമുക്ക് അതിൽ കയറിയിട്ട് ബുർജ് ഖലീഫ, ദുബായ് മാൾ, ബുർജ് ഖലീഫ എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾക്ക് പോകേണ്ട F13 ബസ് എത്തിയിരിക്കുന്നു. ദുബായ് മെട്രോ, ട്രാം, ബസ്സുകൾ, ടാക്സികൾ, മറൈൻ ഗതാഗതം എന്നിവയ്ക്ക് യാത്രാക്കൂലി നൽകാനുള്ള സ്മാർട്ട് ഗേറ്റ് ആരംഭിക്കാൻ ദുബായ് പദ്ധതിയിടുന്നു. യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത അനുഭവം ലഭിക്കാൻ നോൾ കാർഡിന് പകരമായി ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുക. ദുബായ് മാൾ സ്റ്റോപ്പും കഴിഞ്ഞാണ് ബുർജ് ഖലീഫ സ്റ്റോപ്പ്. ട്രാഫിക് കാരണം കുറച്ച് അധിക സമയമെടുത്തു. ബസ്സിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ ബുർജ് ഖലീഫ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഞാൻ കാണാൻ ആഗ്രഹിച്ചു വന്ന സ്ഥലം ബുർജ് ഖലീഫിലെ സ്ഥലം, അത് കാണാൻ വേണ്ടിട്ട് പോകുന്നത്. എക്സൈറ്റ്മെന്റ്. അയ്യോ അടിപൊളി.
എന്റെ മോനെ നോക്കലോ, എടാ മോനെ, അടിപൊളി. അടുത്തെത്തുന്നാണ് അതിന്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുന്നു. ബുർജ് ഖലീഫ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിലുള്ള ഒരു അമ്പരച്ചുംബിയായ കെട്ടിടമാണ്. 828 മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ്. 162 നിലകളുള്ള ഈ കെട്ടിടം 2004 ജനുവരി 6-ന് നിർമ്മാണം ആരംഭിച്ചു. ഏകദേശം 6 വർഷത്തിന് ശേഷം 2010 ജനുവരി 4-ന് കെട്ടിടം ഔദ്യോഗികമായി തുറന്നുകൊടുത്തു. മനുഷ്യർ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഘടനയാണിത്. $1.5 ബില്യൺ ചെലവിൽ നിർമ്മിച്ച ഈ അത്ഭുത നിർമ്മിതിക്ക് നിരവധി റെക്കോർഡുകളാണ് നിലവിലുള്ളത്. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ ഘടന, ഏറ്റവും ഉയരം കൂടിയ ഫ്രീ സ്റ്റാൻഡിംഗ് ഘടന, ലോകത്തിലെ ഏറ്റവും ഉയർന്ന എലിവേറ്റർ ഇൻസ്റ്റാളേഷൻ, റെസിഡൻഷ്യൽ സ്പേസ് ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഔട്ട്ഡോർ ഒബ്സർവേഷൻ ഡെക്ക്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള സ്വിമ്മിംഗ് പൂൾ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഭക്ഷണശാല എന്നിങ്ങനെ നീളുന്നു ബുർജ് ഖലീഫയുടെ റെക്കോർഡുകൾ. ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അത് നോക്കി എവിടെ? അവിടെ. നോക്ക്, എന്റെ തൊട്ട് മുമ്പിൽ ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ സന്ദർശിക്കുന്നവർ ദുബായ് ഫൗണ്ടൈൻ കാണാതെ പോകരുത്. അത്രയ്ക്കും മനോഹരവും അതേസമയം അതിശയിപ്പിക്കുന്നതുമാണ് ഇത്. കാലിഫോർണിയയിലെ WET ഡിസൈൻ ആണ് ഈ ഫൗണ്ടൈൻ രൂപകൽപ്പന ചെയ്തത്. 800 മില്യൺ ദിർഹം ചെലവിലാണ് ഇത് നിർമ്മിച്ചത്. 6600 ലൈറ്റുകളും 50 നിറങ്ങളുള്ള പ്രൊജക്ടറുകളും ഉപയോഗിച്ചാണ് ഇത് പ്രകാശിപ്പിക്കുന്നത്. ഫൗണ്ടൈന് 84 മീറ്റർ നീളമാണ് ഉള്ളത്. 2008 ഒക്ടോബർ 26-ന് ഈ ഫൗണ്ടൈനെ ദുബായ് ഫൗണ്ടൈൻ എന്ന് നാമകരണം ചെയ്തു. അടിപൊളി ഉണ്ടായിന്. ഹൈറ്റ് അല്ലേ? ടോട്ടാക്കിട്ട്. അങ്ങനെ ബുർജ് ഖലീഫയുടെയും ദുബായ് ഫൗണ്ടൈന്റെയും ഭംഗി വേണ്ടുവോളം ആസ്വദിച്ച് ഞങ്ങൾ ദുബായ് മാളിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ദുബായ് മാൾ ഷോപ്പിംഗ്, വിനോദം എന്നിവയ്ക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനമാണ്. 1200-ലധികം റീറ്റെയിൽ സ്റ്റോറുകൾ, 2 പ്രധാന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ, 100 കണക്കിന് ഭക്ഷണ പാനീയ ഔട്ട്ലെറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ദുബായ് മാൾ 1 ദശലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ളതാണ്. ഇത് 200 ഫുട്ബോൾ പിച്ചുകൾക്ക് സമാനമാണ്. ഓരോ വർഷവും 54 ദശലക്ഷത്തിലധികം സന്ദർശകർ ഇവിടെ എത്തുന്നു. ദുബായ് മാൾ എവിടെ പോണ്ടേ ഫസ്റ്റ്? മറ്റേ എല്ലാരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമില്ലേ, ഇങ്ങനെ അതൊക്കെ പറയാം. അക്വേറിയം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ദുബായ് മാളിലെ ആപ്പിൾ ഷോറൂമിൻ്റെത്. ഇവിടെയാണ് ആൾക്കാർ വന്നിട്ട് പുതിയ ഫോൺ ലോഞ്ച് ആകുമ്പോ വന്നിട്ട് ക്യൂ നിൽക്കുന്നില്ലേ രാവിലെ വരെ. അക്വേറിയത്തിനടുത്ത് എത്തിയാട്ടോ. അക്വേറിയം കാണുന്നുണ്ടോ? ദുബായ് മാളിന്റെ ഗ്രൗണ്ട് ലെവലിൽ സ്ഥിതി ചെയ്യുന്ന 10 മില്യൺ ലിറ്റർ ജലമുള്ള ദുബായ് അക്വേറിയം ടാങ്ക് ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഡ് ചെയ്ത അക്വേറിയങ്ങളിൽ ഒന്നാണ്. 140-ലധികം സ്പീഷീസുകൾ ഉൾപ്പെടുന്ന ഇത് ആയിരക്കണക്കിന് ജലജന്തുക്കളെ ഇതിൽ പാർപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാൻഡ് ടൈഗർ സ്രാവുകളുടെ ശേഖരം ഉൾപ്പെടെ 300-ലധികം സ്രാവുകൾ ഈ ടാങ്കിൽ വസിക്കുന്നുണ്ട്. വിശക്കുന്നുണ്ടോ? എന്ത് കഴിക്കണ്ടേ? എവിടെ പോണ്ടേ? എവിടെങ്കിലും ചിക്കൻ നഗറ്റ്സ് വേണം. അൽബേച്ചിൽ പോണോ? യെസ്. കമോ. Wow. എന്താ കഴിച്ചിരുന്ന് നമ്മ വേറെ ടേസ്റ്റ്. അങ്ങനെ അൽബേക്കിലെ ഫുഡ് കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്തിവിടെ കാണേണ്ടത്? ഐസ് റിങ്ക് കാണണം. ദുബായ് ഐസ് റിങ്ക്. ഓക്കെ. ദുബായ് മാളിലെ പ്രധാന വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദുബായ് ഐസ് റിങ്ക്. 1.5 മണിക്കൂറിലേക്ക് പീക്ക് സമയങ്ങളിൽ 110 ദിർഹവും, അതായത് 2500 ഇന്ത്യൻ റുപ്പീസ്. ഓഫ് പീക്ക് സമയത്ത് 90 ദിർഹവുമാണ് ഈ ഇൻഡോർ സ്കേറ്റിംഗിനായി കൊടുക്കേണ്ടത്. ഇതാ നീ പറഞ്ഞ ആൾക്കാർ തലയും കുത്തി നിൽക്കുന്നത് അല്ലേ? യെസ്.
നബ ഈ പറയുന്നത് ദുബായ് മാളിലെ പ്രധാന ഒരു ആകർഷണമായ ഹ്യൂമൻ വാട്ടർഫാൾസിനെ കുറിച്ചാണ്. യുഎഇയിൽ പ്രകൃതിദത്ത വെള്ളച്ചാട്ടങ്ങൾ ഒന്നുമില്ലെങ്കിലും ആളുകൾ ദുബായിലെ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഹ്യൂമൻ വെള്ളച്ചാട്ടം എന്ന് പരാമർശിക്കുമ്പോൾ അവർ മിക്കവാറും ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററിൽ അറിയപ്പെടുന്ന ഇൻഡോർ വാട്ടർ ഫീച്ചറിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ദുബായ് വെള്ളച്ചാട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഗംഭീരമായ ഈ സൃഷ്ടി 3 ഫ്ലോറുകൾ കടക്കുന്ന 2 വലിയ സിലിണ്ടർ ഭിത്തികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെറ്റ്. നബ ഇനി അങ്ങോട്ട് പോണ്ടേ? ചൈന ടൗണിൽ പോവാം. ചൈന ടൗണോ? കൊറേ പഠിച്ചേറ്റ് വന്നതല്ല എന്തൊക്കെയുള്ളതെന്ന്. കുറച്ചെല്ലാം അറിയണ്ടേ? ചൈന ടൗൺ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ നോക്കാം. ഓക്കെ. ദുബായ് ഐസ് റിംഗിന് എതിർവശത്ത് 1ാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ് മാളിന്റെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലാണ് ചൈന ടൗൺ. ഇത് നിങ്ങൾക്ക് ആധികാരിക ഏഷ്യൻ അനുഭവം നൽകുന്നു. നിരവധി ചൈനീസ് നിർമ്മിത വസ്തുക്കളും അവരുടെ ഓതന്റിക് ഭക്ഷണശാലകളും ഒക്കെയായി ചൈന ടൗൺ വേറിട്ടൊരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ചെറിയ ടെഡി ബിയറിനെ കാണിച്ചറിഞ്ഞ ഇതുവരെ കണ്ടിട്ടില്ല. വെരി സ്മോൾ. ഇതൊക്കെ കാണുമ്പോ തലക്ക് ഭ്രാന്ത് പിടിക്കും. എന്താ മൊക്കെ ഇത് നോക്കണോ? പക്ഷേ മോമോസ് മുമ്പേ അറിയോ? ആ റീൽസില് മോമോസ് എന്ന് പറയുമ്പോ ഓർമ്മ വന്നേ. നബ, എന്താണ് ഇന്നത്തെ യാത്രയെ കുറിച്ചിട്ടൊരു? ഇന്നത്തെ യാത്ര ഒരു ഉച്ച സമയത്ത് കിട്ടി. ഫസ്റ്റ് നമ്മ എന്താക്കി, ഇതുവരെ ആരും അങ്ങനെ ബസ്സില് എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ല. പക്ഷെ ഞാൻ ചാച്ചാനോട് പറഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ബസ്സിലെ പോയി. അത് കഴിഞ്ഞിട്ട് മെട്രോയില് കയറി. അത് കഴിഞ്ഞിട്ട് നേരെ ബുർജ് ഖലീഫയിലേക്ക് വന്നു. ബുർജ് ഖലീഫ എക്സ്പീരിയൻസ് ചെയ്ത് അത് കഴിഞ്ഞ് ദുബായ് മാളിൽ കയറിയിട്ട് 3 മണിക്കൂറായി നടക്കുന്നു. പിന്നെ അൽബൈക്ക് നല്ല ചിക്കൻ നഗറ്റ്സും അടിപൊളിട്ടാ, നല്ല ചിക്കൻ നഗറ്റ്സ്. അങ്ങനെ കുറച്ച് ഉഷാറായി ആദിലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുള്ളിലത്തെ ചൈന മാള് അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പാതിലേക്ക് ദുബായ് മെട്രോയിലേക്ക് പോകുന്നുണ്ട്. Thank you for visiting. You are welcome.